പഠിക്കാത്തത് കൊണ്ടാണ് 2-3 സ്ഥലത്താണ് ഞാൻ വല്ലാതെ പഠിക്കാത്ത കാര്യത്തിൽ വിദ്യാഭ്യാസം മനഃപൂർവ്വം നിർത്തിവെച്ച കാര്യത്തിൽ സങ്കടപ്പെട്ടു. ഒന്ന്, വടകര നട്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അടക്കാത്തെരുവ് എന്ന് പറയും. അവിടെ ജോലി ചെയ്തിരുന്നു ഞാൻ. പക്ഷേ കൊപ്ര ബസാറാണെങ്കിലും കൊപ്ര കളം എന്ന് പറയും. ആ ബസാറിൽ കൊപ്രക്കളത്തിൻ്റെ അകത്തല്ല ഞാൻ ജോലി ചെയ്തത്. ഒരു ചാക്ക് എടുത്തിട്ട് ഈ ഏകദേശം എനിക്ക് തോന്നുന്നു 100-300 കടകളുണ്ട്. അതായത് റോഡിൻ്റെ 2 സൈഡിലായിട്ടും ഓരോ കടകളാണ്. അവിടെ നിന്ന് ഈ വേസ്റ്റ് കൊപ്ര ഉണ്ടാവും. അതാണ് കയ്പ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ സംഗതി ഓരോ കടയിൽ ഇപ്പോൾ ചിലപ്പോൾ 2 കിലോ തരും, ചിലപ്പോൾ 3 കിലോ തരും, 5 കിലോ കിട്ടും. ഒരു ചാക്ക് നിറയെ കിട്ടും. ഈ സമയത്ത് ഈ ഹൈവേ ക്രോസ് ചെയ്തിട്ടുള്ളൊരു ഷോപ്പുണ്ട്. ഹൈവേ മെയിൻ ബൈപ്പാസാണ്. ഹൈവേയുടെ ഇങ്ങേ സൈഡിലുള്ള ഒരു കടക്കാരൻ എൻ്റെ സ്നേഹിതനാണ്. ആ സ്നേഹിതൻ്റെ കടയിൽ ഒരു ചാക്ക് നിറയെ ഈ പേട് എന്ന് പറഞ്ഞാൽ ചീത്തയായ, എൻ്റെ ഞങ്ങളുടെ നാട്ടിൽ പേട് എന്ന് പറയും, കയ്പ് എന്ന് പറയും. അതായത് വേസ്റ്റ് ആയിട്ടുള്ള കൊപ്രയുടെ ഭാഗങ്ങൾ എണ്ണയൊക്കെ ആ ചാക്ക് നിറച്ച് ഫില്ലാക്കി കഴിഞ്ഞാൽ അത് തലയിലെടുത്തിട്ട് 10, 50, 60, 40 കിലോ ഒക്കെ ഉണ്ടാവും ചെറുത്. അത് തലയിലെടുത്തിട്ട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇത് മൊത്തം കൊടുക്കുന്ന മഹമ്മൂദ് ഖാൻ എന്ന് പറയുന്ന ഒരാളെ ഷോപ്പിലേക്ക് കൊണ്ടുവിടണം. അപ്പോൾ ഇത് തലയിലെടുത്തു കഴിഞ്ഞാൽ, ഞാൻ അന്ന് സത്യം പറയാം അത്യാവശ്യം ഗ്ലാമറസുള്ള സമയം, ഇതുപോലെ ഒന്നല്ല, നല്ല 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 തടിയും നല്ല സ്റ്റാമിനുള്ള സമയം. ഈ സമയത്തായിരിക്കും ഈ ജംഗ്ഷനിൽ റോഡ് ബ്ലോക്കായിട്ട് മറ്റുള്ള പല ഏരിയകളിലേക്കും പോകുന്ന ഒരു റൗണ്ട് അപ്പോട്ടാണ്. ഈ കോളേജിലൊക്കെ പോകുന്ന തരുണിമണികൾ തന്നെ പറയണം. വടകരക്കാരൊക്കെ തരുണിമണികളാണ്, നല്ല സുന്ദരികളാണ്. ആ സമയത്ത് ഈ ചാക്കിന്ന് ഈ വേസ്റ്റ് എണ്ണ ഇങ്ങനെ ഇത് തലേന്ന് ഇറക്കി വെക്കാനും പറ്റില്ല, ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ കണ്ണ് എരിച്ചിലെടുക്കുകയും ചെയ്യും. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാരും എൻ്റെ കൂടെ പഠിച്ച് വേറെ മേഖലയിലെത്തിയ ചില ആൾക്കാരൊക്കെ ബസ്സിലുണ്ടാവും. ആ സമയത്ത് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്കൊരു കുറവുണ്ടാവില്ല, അധ്വാനിക്കാനൊരു കുറവില്ല. ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെ പോലെയൊക്കെ എന്തെങ്കിലും ജോലി